മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോഴും എല്ലാ വിഭാഗം ജനതയും ആചാരങ്ങളിൽ മുറുക്കി പിടിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല എന്ന് തന്ത്രി പറയുന്നതും ഭക്തജനങ്ങൾ പറയുന്നതും, കാലാനുസൃതമായ മാറ്റം എല്ലായിടത്തും വരുത്തണമെന്ന് മറ്റുള്ളവർ പറയുന്നതും എല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് 3 വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചാൽ കുറേ അധികം പ്രശ്നങ്ങളില്ലാതെയാവും. ഒന്നാമത്തെ വാക്ക് ചടങ്ങുകള് എന്ന വാക്ക്, ചടങ്ങുകള്. രണ്ടാമത്തെ വാക്ക് കീഴ്വഴക്കങ്ങള്. മൂന്നാമത്തെ വാക്കാണ് ആചാരങ്ങള്. ഈ ചടങ്ങ് എന്ന് പറയുന്നത് ആചാരമല്ല, കീഴ്വഴക്കം എന്ന് പറയുന്നതും ആചാരമല്ല. ആചാരം എന്ന് പറയുന്നത് ആചിനോതി ച ശാസ്ത്രാർത്ഥാൻ ശിഷ്യാൻ സാധയതി സുധി സ്വയം ആചരതി ചൈവ സഹ ആചാര്യ ഇതി സ്മൃത. ആചാര്യന്മാര് നല്ല രീതിയിൽ സയന്റിഫിക്കായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പറഞ്ഞിരിക്കുന്ന, എഴുതിയിരിക്കുന്ന നൂറുകണക്കിന് വർഷങ്ങളായി ഗ്രന്ഥങ്ങളില് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ആചാരങ്ങൾ. ആചാരങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ്, ഗൃഹ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ്, പിതൃമേധ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ്, പ്രായശ്ചിത്ത ഗ്രന്ഥങ്ങളിലാണ്. എല്ലാം കൂടി ചേർത്താൽ കൽപ്പശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയാം. അപ്പോ ധർമ്മശാസ്ത്രവും ഗൃഹ്യശാസ്ത്രവും, അല്ലെങ്കിൽ ധർമ്മസൂത്രവും ഗൃഹ്യസൂത്രവും പിതൃമേധസൂത്രവും ശ്രൗതസൂത്രവുമാണ് ഗ്രന്ഥരൂപത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആചാരങ്ങൾ എഴുതിയിരിക്കുന്നത്. ചില ആചാരങ്ങൾ പുരാണങ്ങളിൽ ഉണ്ടാവാം. അത് ഒരുപക്ഷെ ആചാരമല്ല, അനുഷ്ഠാനാണത്. അത് ചടങ്ങുകളാണ് പുരാണങ്ങളിലുള്ളത്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? 3 വാക്കുകളെ കുറിച്ച് പറഞ്ഞു. 1 ചടങ്ങുകൾ, 2 കീഴ്വഴക്കങ്ങൾ, 3 ആചാരങ്ങൾ. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ അത്? ആചാരാത് ലഭതേഹ്യായു ആചാരാത് ധനമക്ഷയം ആചാരാത് ലഭതേ സുപ്രജ ആചാരോ അഹന്ത്യലക്ഷണം. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ്, സാമൂഹികമായ ഐക്യത്തിന് വേണ്ടിയാണ്, നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് വേണ്ടിയാണ്. ഈ 4 കാര്യങ്ങൾ ആചാരങ്ങളിൽ ഉണ്ടാകണം. ആചാരാത് ലഭതേഹ്യായു, ആയുരാരോഗ്യ സൗഖ്യം, ധനമക്ഷയം, സമ്പൽ സമൃദ്ധി, സുപ്രജ, സാമൂഹികമായിട്ടുള്ള ബന്ധം, നന്മ നിറഞ്ഞ വ്യക്തിത്വം. ഇതാണ് ആചാരങ്ങൾ. ഇത് ഗ്രന്ഥങ്ങളില് വളരെ സാക്ഷാത് അനുഭവൈർദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാമുപകാരായ ഏതത് സർവം പ്രദർശിതം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കണ്ടതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതാണ് ആചാരങ്ങൾ. ആചാരങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന് സ്മൃതികള് എന്നും പറയും, അതേപോലെ ധർമ്മശാസ്ത്രം എന്നും പറയും. ഈ ആചാരങ്ങള് കീഴ്വഴക്കങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. കീഴ്വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസീഡൻസ് ആണ്. അങ്ങനെ ചെയ്തു വരുന്നു, പ്രസീഡൻസ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരുന്ന സമയത്ത് കുറെ പ്രോട്ടോകോളുകളുണ്ട്. അത് കീഴ്വഴക്കങ്ങളാണ്. വേണ്ടാന്ന് വെക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ കുറെ കൂടി ഇന്റൻസിഫൈ ചെയ്യാനോ കുറയ്ക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രോട്ടോകോളുണ്ട്, കീഴ്വഴക്കങ്ങളാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, അതുകൊണ്ട് ഞാനും പോവാറുണ്ട്. അത് കീഴ്വഴക്കാണ്. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ച് അവിടെയുള്ള രീതികൾ അനുഷ്ഠിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആചാരങ്ങളാണത്. ഞാൻ അമ്പലത്തിൽ പോയി ഏത്തമിടുന്നു, ഏത്തമിടണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് കീഴ്വഴക്കാണ്. അതേപോലെ പിതൃകർമ്മം നടത്തുന്നത് കീഴ്വഴക്കമല്ല. പിതൃകർമ്മം നടത്തുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്.
വസുരുദ്ര ആദിത്യസ്വരൂപാൻ മമ വംശദ്വയ ഉഭയകുലു പിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമധ്യേ സ്ഥാപയാമി പൂജയാമി എന്ന് പറയുന്ന മന്ത്രത്തിലൂടെ പറഞ്ഞ അവസാനം ശ്മശാനാനലദഗ്ധോസി പരിത്യക്തോസി ബാന്ധവൈഹി ഇതം ക്ഷീരം ഇതം നീരം ആഹാരായ പ്രകൽപ്യതാം എന്ന് പറഞ്ഞ് തീരുന്നത് വരെ 40 മിനിറ്റ് നടത്താനുള്ള മന്ത്രത്തോടു കൂടിയ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ആചാരങ്ങളാണ്. അത് ആചാരങ്ങളാണ്, വളരെ കൃത്യമായിട്ടുള്ളത്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഉദ്ദേശവും പറഞ്ഞു. കീഴ്വഴക്കങ്ങൾ ഇതേപോലെയുള്ളതാണ്. വിഷുവിന് വിഷുക്കൈ നീട്ടം കൊടുക്കുന്നത് അച്ഛനും മുത്തച്ഛനും എല്ലാം ചെയ്തിരുന്നതാണ്, കീഴ്വഴക്കാണ്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പാപമൊന്നുമില്ല, ബാക്കി പലരും അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ അത് കീഴ്വഴക്കാണ്. പലരും മുതലാളിയുടെ വീട്ടിലേക്ക് വാഴക്കുലയും മറ്റെല്ലാം കൊണ്ടുവരുന്നത് ആചാരത്തിന്റെ ഭാഗമല്ല, കീഴ്വഴക്കത്തിന്റെ ഭാഗമാണ്. ആ കൊലയും വെജിറ്റബിൾസും എല്ലാം ഉടയന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതില് ഒരാള് ഈ ഉടയനെ നമസ്കരിക്കും എന്ന് വിചാരിക്കാം. അത് ചടങ്ങാണ്, അയാളുടെ മുമ്പിലുള്ളവർ അത് ചെയ്തിട്ടില്ല, അച്ഛനും അമ്മയും അത് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ അത് ചെയ്തത് ചടങ്ങാണ്. ചടങ്ങുകൾ ധാരാളമുണ്ട്. അമ്പലത്തിൽ പോയിട്ട് ഞാൻ തൊഴുതു കഴിഞ്ഞ് ഒരു നാണയം ഭണ്ഡാരത്തിലിടുന്നത് ചടങ്ങാണ്, സമർപ്പണം. അത് പൂർവികർ ചെയ്തതിന്റെ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കീഴ്വഴക്കാണത്. അത് ഗ്രന്ഥങ്ങളിൽ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാവൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ ആചാരമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ദേവന്റെ അനുഗ്രഹാശിസുകൾ സ്വീകരിക്കുമ്പോൾ ആ അമ്പലം നിലനിൽക്കേണ്ടതും മറ്റുള്ളവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കേണ്ടതും ആവശ്യമാണെങ്കിൽ അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട് അമ്പലത്തിന്. അതിന് ആ അമ്പലം അനവധി കാലം നിലനിൽക്കുക, സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക്, അതിന്റെ നിലനിൽപ്പിന് ഞാനിത് സമർപ്പിക്കുന്നുവെങ്കിൽ അത് ആചാരമാണ്. ദേവാൻ ഭാവയദാനേന യോ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. അത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഞാൻ എല്ലാ വർഷവും എൻ്റെ ജന്മദിനത്തിന് അമ്പലത്തിൽ പോയിട്ട് ഒരു ഡബിൾ മുണ്ട് പൂജാരിക്ക് കൊടുക്കാറുണ്ട്. അത് ചടങ്ങാണ്. എൻ്റെ മാതാപിതാക്കൾ അത് ചെയ്തിരുന്നത് ഞാൻ തുടരുന്നുണ്ട്, കീഴ്വഴക്കാണ്. അത് നമ്മുടെ ആചാരത്തിന്റെ ഭാഗമല്ല, പറഞ്ഞിട്ടില്ല പൂജാരിക്ക് കൊടുക്കണമെന്ന്. ഇടക്കാലത്ത് എഴുതിയ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതോ പറയാത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ധർമ്മശാസ്ത്രത്തിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആചാരങ്ങളാവുള്ളൂ. അല്പസ്വല്പം അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്താം. ചടങ്ങുകളും കീഴ്വഴക്കങ്ങളും അതിനെക്കുറിച്ച് നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടുണ്ട്. താതസ്യ കൂപോയമിതി പുരുവാണ കാ പുരുഷ ക്ഷാരജലം വിമതി. അച്ഛൻ കുഴിച്ച കിണറാണ് ഇത് എന്ന് പറഞ്ഞ് അച്ഛനോട് ബഹുമാനവും ആദരവും കാണിക്കാൻ ഈ കിണറ്റിലെ വെള്ളം ഇപ്പോൾ ഉള്ളത് ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമുണ്ടോ? ഏത് മനുഷ്യരാ അത് കുടിക്കുന്നത്? അതുകൊണ്ട് ഓർമ്മിക്കുക, അച്ഛനോട് ബഹുമാനം കാണിക്കാനും അച്ഛൻ ചെയ്തതെല്ലാം ഞാനും ചെയ്ത് വീര ശൃംഖല കിട്ടാനും ഒക്കെ ചെയ്യുന്നത് അതൊന്നും ആചാരത്തിന്റെ ഭാഗമല്ല. ഒന്നുകിൽ കീഴ്വഴക്കത്തിന്റെ ഭാഗം, പ്രസീഡൻസിന്റെ ഭാഗം, അതല്ലെങ്കിൽ ചടങ്ങിന്റെ ഭാഗം. ചടങ്ങുകളിലും കീഴ്വഴക്കങ്ങളിലും ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റം വരുത്താം. കാരണം അതിനകത്ത് ആത്മീയത പോലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ആചാരങ്ങളിലും മാറ്റം വരുത്താം. ഏത് രീതിയിൽ? സ്വഗ്രാമേ പൂർണ്ണമാചാരം. പഴയ കാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായം, ഗ്രാമങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലത്താണെങ്കിൽ ആചാരങ്ങൾ അതേപോലെ അനുഷ്ഠിക്കാം. അന്യഗ്രാമേ തദർത്ഥകം. മറ്റൊരു ഗ്രാമത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എങ്കിൽ പകുതി ആചാരങ്ങൾ മതി. പട്ടണേതു തത്പാദം. സിറ്റിയിൽ ആധുനിക കാലഘട്ടത്തിൽ കാൽഭാഗം മതി. യാത്രയെ ബാലാത് ആചരത്തിൽ. യാത്രാവേളയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശരിക്ക് ആചാരങ്ങളിലും മുറുകെ പിടിക്കുന്നു എന്ന പദപ്രയോഗം തന്നെ തെറ്റാണ്. ആചാരങ്ങൾ ചേർത്തിരിക്കുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കുള്ള പേര് സ്മൃതികൾ എന്നാണ്. മറ്റേ വേദം ശ്രുതിയാണ്. വേദത്തിനകത്ത് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ല.
സ്മൃതി ഓർമ്മയിൽ നിലനിർത്തേണ്ടത് കാലക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്, കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തേണ്ടതാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ള 3 വാക്കുകൾ: ഒന്ന് ചടങ്ങ്. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കയ്യും കാലും മുഖവും കഴുകുന്നു. അത് ആചാരത്തിന്റെ ഭാഗമല്ല, അതൊരു ചടങ്ങാണ്. പക്ഷെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. എൻ്റെ വീട്ടിലേക്ക് ആരെല്ലാം കയറി വരുമ്പോഴും അവരുടെ പൂർവീകർ ചെയ്തതുപോലെ കയ്യും കാലും മുഖവും കഴുകിയിട്ടേ അകത്തേക്ക് വരാറുള്ളൂ. അത് കീഴ്വഴക്കാണ്. കയ്യും കാലും മുഖവും കഴുകണമെന്ന് ആചാര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. അത് നല്ല ബെനിഫിറ്റ് ആണെങ്കിലും, അപ്പൊ വേണമെങ്കിൽ പദപ്രയോഗം നടത്താൻ ഞാൻ അങ്ങനെ ആചരിക്കാറുണ്ടെന്ന് പറയാം. പക്ഷെ ആചാരമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് നോക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്കും സ്ത്രീകൾ ചുരിദാറിട്ട് ഗുരുവായൂർ പ്രവേശിക്കുന്നത് ദേവനിഷ്ടമല്ല എന്ന് പ്രശ്നവിധിയുണ്ട്. അപ്പൊ ഇത് ആചാരമാണോ, കീഴ്വഴക്കമാണോ, ചടങ്ങാണോ? ദേവപ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകത്തില് ഇല്ല, കേരളത്തിൽ മാത്രമുള്ള കാര്യമാണത്. അത് പ്രശ്നം വെക്കുക എന്ന് പറയുന്ന ജ്യോതിഷത്തിന്റെ ഭാഗമായതും വളരെ പണ്ടല്ല, അടുത്ത കാലത്ത്. അത് സ്മൃതിയുടെ ഭാഗമല്ല, ധർമ്മശാസ്ത്രത്തിന്റെ ഭാഗമല്ല. കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും അങ്ങനെ കാര്യമായിട്ട് പ്രശ്നം വെക്കലില്ല. അപ്പൊ ഹിന്ദു സംസ്കാരത്തിന്റെ പോലും അവിഭാജ്യ ഘടകമാണെന്ന് പറയാൻ പറ്റില്ല, കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ആ ദേവപ്രശ്നത്തില് ആ 12 ഭാവങ്ങളില് 9 ഗ്രഹങ്ങളുടെ കോമ്പിനേഷനിലൂടെ കാണുന്നതല്ല ചുരിദാർ ഇട്ടുകൊണ്ട് ഗുരുവായൂരിലേക്ക് പ്രവേശിക്കരുതെന്ന് പറയുന്നത്. മറിച്ച് ആ സമയത്ത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ചുരിദാർ ഇട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പൊ ആ പ്രശ്നം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ, ആ ചോദ്യത്തിന് ഉത്തരം ഇവിടുത്തെ ഭാവങ്ങൾ നോക്കിയിട്ട് ആരൂഢ ലഗ്നം വെച്ചിട്ട് നോക്കുന്നതാണ്. ചടങ്ങാണത്. അത് ചടങ്ങാണ്, പ്രസീഡൻസ് പോലുമല്ല. പ്രസീഡൻസ് ഏതാണ്? ദേവന് അമ്പലത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ പ്രശ്നം വെക്കുക എന്നുള്ളത് പ്രസീഡൻസ്. അത് ശരിക്ക് ചടങ്ങിനേക്കാളും കീഴ്വഴക്കമാണ് പ്രശ്നം വെക്കുക എന്നുള്ളത്. അതും ആചാരത്തിന്റെ ഭാഗമല്ല. എന്തുകൊണ്ട് ആചാരത്തിന്റെ ഭാഗമല്ല? ധർമ്മശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടില്ല, നമ്മുടെ പൂർവീക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. പൂർവീക ഗ്രന്ഥങ്ങൾ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അനാദിയായിട്ട് വേദാംഗത്തിന്റെ ഭാഗമായിട്ടുള്ള പൂർവീക ഗ്രന്ഥങ്ങളെയാണ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇടക്കാലത്ത് കഴിഞ്ഞ 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പൂർവീക ഗ്രന്ഥങ്ങളുടെ ഭാഗമല്ല. അത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായ പ്രകാരം എഴുതിയതാണ്. ശങ്കരാചാര്യരാണ് ഗുരുവായൂർ അമ്പലത്തിലും കേദാർനാഥിലും ബദ്രിനാഥിലും പൂജാവിധികൾ ഉണ്ടാക്കിയത്. ആ വിധി പ്രകാരം ഇപ്പോഴും നടക്കുന്നു. അത് പ്രസീഡൻസ് ആണ്. ശങ്കരാചാര്യർ പറഞ്ഞതനുസരിച്ച് കീഴ്വഴക്കത്തോടുകൂടി ചെയ്തു പോകുന്നു. കേദാർനാഥിലും ബദ്രിനാഥിലും കേരളീയരെ പൂജ നടത്താൻ പാടുള്ളൂ. പ്രസീഡൻസ് ആണ്, കീഴ്വഴക്കാണ്. നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇന്നയാൾ പൂജ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കീഴ്വഴക്കം. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്നത് കീഴ്വഴക്കം ഇല്ല, അതൊരു ചടങ്ങുമല്ല, അത് ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആചാരവുമല്ല. കാരണം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ചുരിദാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഉറപ്പാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരൊറ്റ ഗ്രന്ഥത്തിൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ആരും ചുരിദാർ ഇട്ടുകൊണ്ട് പോവുകയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ പാന്റ് അകത്തിടാം, പുറത്ത് മുണ്ടുകൊടുക്കണം, അതും കീഴ്വഴക്കമല്ല, ചടങ്ങുമല്ല, ആചാരമല്ല. അപ്പൊ ഒരു മാറ്റം വരുത്തിയതാണ്. അകത്ത് ചുരിദാറിട്ട് പുറത്ത് മുണ്ടുകൊടുത്താല് അത് ആചാരമായി. അതെങ്ങനെ ആചാരമാവുക? അകത്ത് ഓരോ തോന്നിവാസവും കാണിച്ചിട്ട് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുണ്ടുകൊടുക്കുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭനെ കാണിക്കാനാണോ പുറത്ത് മുണ്ടുകൊടുക്കുന്നത്? അത് മാത്രമല്ല, പത്മനാഭനും ഗുരുവായൂരപ്പനും ഒക്കെ ഈ സ്ത്രീകൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ദേശവും കാലവും അനുസരിച്ചിട്ട് ചടങ്ങുകൾക്കും കീഴ്വഴക്കങ്ങൾക്കും മാറ്റം വരുത്തണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ. പണ്ട് എണ്ണവിളക്ക് കത്തിച്ചിരുന്ന സ്ഥലത്ത് മുഴുവനും 0 ബൾബാണ് ഇപ്പെട്ടിരിക്കുന്നത്. കീഴ്വഴക്കം അനുസരിച്ചിട്ട് അവിടെ എണ്ണവിളക്കല്ലേ കത്തിക്കാൻ പാടുള്ളൂ. എങ്ങനെയാ ഇലക്ട്രിസിറ്റി വന്നത്? എങ്ങനെയാ ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ല് വന്നത്? എങ്ങനെയാണ് മില്ല് ഉപയോഗിച്ച് പൊടിക്കുന്ന ആ അരിപ്പൊടി ഉപയോഗിച്ച് അപ്പവും മറ്റ് നിവേദ്യങ്ങളും ഉണ്ടാക്കുന്നത്? പലപ്പോഴും മിൽമ പാലല്ലേ ഉപയോഗിക്കുന്ന, പാസ്ചറൈസ് ചെയ്ത മിൽമ പാലല്ലേ, പശുവിന്റെ അകട്ടിൽ നിന്ന് കൊണ്ടുവന്ന, നേരിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാലല്ലല്ലോ അവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കാര്യങ്ങൾ, ചടങ്ങുകൾക്ക് മാറ്റം വന്നില്ലേ, കീഴ്വഴക്കങ്ങൾക്ക് മാറ്റം വന്നില്ലേ?
ആചാരങ്ങള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെ നടത്തണമെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ആരോ എഴുതിയതാണ്. ഞാൻ അടുത്ത കാലം എന്ന് പറയുമ്പോൾ 200-300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അപ്പൊ നമ്മൾ ഒത്തിരി അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമ്പലങ്ങൾക്കകത്ത് ടാപ്പ് വാട്ടർ ഉണ്ട്. അമ്പലങ്ങളിൽ ഇപ്പൊ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് വിറകിന് പകരം. അമ്പലങ്ങളിൽ ഇന്നലത്തെ പൂവ് കൊണ്ടുവന്നിട്ട് ഇന്ന് രാവിലത്തേക്ക് പൂ വെക്കാറുണ്ട്. പണ്ട് അങ്ങനെ പതിവില്ല. വീട്ടിൽ നിന്ന് കറന്നു കൊണ്ടുവന്ന പാലെല്ലാം മിൽമ പാല ഉപയോഗിക്കുന്നത്. പണ്ട് ശരിക്കും ഉണ്ടാക്കിയ പഞ്ചസാര, ശർക്കര ഉപയോഗിക്കാവൂ. ഇപ്പൊ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചസാര പണ്ടത്തെ പ്രോഡക്റ്റ് അല്ല, അടുത്ത കാലത്ത് ഉണ്ടായ പ്രോഡക്റ്റാണ് പഞ്ചസാര. അതിനു മുമ്പൊക്കെ ശർക്കരയാണ് ഉണ്ടായിരുന്നത്. മാറ്റം വരുത്തിയിട്ടില്ലേ നമ്മൾ? സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറില്ലേ? പണ്ട് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറില്ലല്ലോ. പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി നമ്മൾ. ആ മാറ്റങ്ങളെല്ലാം വരുത്തുമ്പോൾ പണ്ട് കുളത്തിൽ കുളിച്ചിട്ടല്ലേ പൂജ നടത്താറുള്ളൂ. ഇപ്പൊ ബാത്റൂമിലല്ലേ കുളിക്കാറുള്ളൂ. അഥവാ ഇനി കുളത്തിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും കുളത്തിൽ എല്ലാവരും കുളിച്ചൊന്നും വരില്ലല്ലോ. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ചടങ്ങുകളിലും കീഴ്വഴക്കങ്ങളിലും ആചാരങ്ങളിലും വരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. മറിച്ച് ആചാരങ്ങളിൽ ഇല്ലാത്തത് ആചാരമാണെന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാറിട്ടുകൊണ്ട് പോകുന്നതും മറ്റുമെല്ലാം തെറ്റാണെന്ന് ഭക്തജനങ്ങളും തന്ത്രിയും മന്ത്രിയും ഒക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ വാക്കിന് അവസാനത്തെ റെസ്പെക്റ്റ് ഉണ്ട്. അതാണ് അവസാനത്തെ വാക്ക്. ശരിക്കും നോക്കില്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ തൂക്കി കൊല്ലണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കാരണം അങ്ങനെ ജഡ്ജിയൊന്നും അല്ലല്ലോ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൂക്കി കൊല്ലേണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലില്ല. ഒരു ജഡ്ജിക്ക് തൂക്കി കൊല്ലണമെന്ന് വിധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കാണ്, ജഡ്ജിയുടെ വാക്ക് അവസാനം. അതിനപ്പുറം വീണ്ടും ഉണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ദയാഹർജി സമർപ്പിക്കാം. അങ്ങേര് തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ആരുമില്ല. ഇപ്പൊ തന്ത്രിയാണ് പരമമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തി പറയേണ്ടതെന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ തന്ത്രിക്ക് അതനുസരിച്ചിട്ട് വിലയിരുത്തി പറയാൻ പറ്റിയില്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള ഗ്രൂപ്പ് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടവന് എന്തായാലും നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഗുരുവായൂരിൽ ചുരിദാറിട്ടുകൊണ്ട് പോകുന്നുണ്ട്, അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാറിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഇതുമാതിരി ചെറിയ ചെറിയ കാര്യങ്ങൾ ചർച്ചയാക്കാതെ പത്രമാധ്യമങ്ങളിൽ കിടന്ന് ഒച്ചയെടുക്കാതെ ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് മാറ്റങ്ങൾ സ്വീകരിച്ചവരാണ് ഹിന്ദുക്കള്. ഒരിക്കലും നമ്മൾ ഈ പഴയ കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിന്നിട്ടില്ല. ന്യായീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നമ്മൾ നിന്നിട്ടില്ല. മാറ്റം കാലത്തിന്റെയും സമയത്തിന്റെയും ദേശത്തിന്റെയും നിയമമാണ്. ഒന്ന് ആലോചിച്ചു നോക്കാം. ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് ഞാൻ 4-5 പ്രാവശ്യം പോയി. അവിടുത്തെ പല അമ്പലങ്ങളിലും പോയി. കേരളത്തിലും ഭാരതത്തിലും ഭണ്ഡാരത്തിലിടുന്നത് ഇന്ത്യൻ രൂപയാണ്. ലണ്ടനിൽ ഭണ്ഡാരത്തിൽ ഇന്ത്യൻ രൂപ ഇടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് അവിടുത്തെ പൗണ്ടല്ലേ ഇടുള്ളൂ. അമേരിക്കയിൽ ഡോളറല്ലേ ഇടുള്ളൂ. ദുബായിലെ അമ്പലത്തിൽ അവിടുത്തെ ദ്രഹല്ലേ ഇടുള്ളൂ. ഇന്ത്യൻ രൂപ കൊണ്ടുവന്ന് ഇടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് നടക്കില്ല. അവിടുത്തെ ചടങ്ങുകളിൽ ഗംഗാവെള്ളം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അവിടുത്തെ ചടങ്ങുകളിൽ, ആ അമ്പലങ്ങളിലെ ചടങ്ങുകളിൽ കിണറ്റിൽ നിന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? അവിടെ ടാപ്പ് വാട്ടറേ ഉള്ളൂ. അവിടെ കിണറ കുത്താൻ പോലും അനുവദിക്കില്ല. അപ്പൊ പിന്നെ ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് ചടങ്ങുകളിൽ മാറ്റം വരണം. ചടങ്ങുകൾ ചില വ്യക്തികൾ അവരവർക്ക് തോന്നിയ സമയത്ത് ഉണ്ടാക്കുന്നതാണ്. കീഴ്വഴക്കങ്ങളിൽ മാറ്റം വരണം. പണ്ടത്തെ ജനതയല്ല ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ കാലം മുതൽക്ക് ഇങ്ങോട്ടുള്ള മാറ്റം അത് നമ്മൾ അറിയണം. അപ്പൊ കീഴ്വഴക്കങ്ങൾക്ക് മാറ്റം വരും, ചടങ്ങുകൾക്ക് മാറ്റം വരും. ആചാരങ്ങള് നമ്മുടെ പൂർവികർ എഴുതിയിരിക്കുകയാണെങ്കിൽ പോലും അതും ഗ്രാമവും പട്ടണവും കാലവും മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ മാറ്റങ്ങൾ വരുത്തുന്നത് അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് കൈയിട്ട് വാരാനും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അധികാരം സ്ഥാപിക്കാനും ആളാവാനുമാണെങ്കിൽ ആചാരത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും ചടങ്ങുകളുടെയും പുറകിലുള്ള ഉദ്ദേശം ദുരുദ്ദേശമായി മാറി പലതിനെയും പല ആചാരങ്ങളെയും നന്മ നിറഞ്ഞതാക്കുന്നത് അതിന്റെ പുറകിലുള്ള ഉദ്ദേശമാണ്. ഒരു ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചാല് അയാളെ ഒരിക്കലും നരഹത്യക്ക് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞ് ജഡ്ജിയെ തൂക്കിക്കൊല്ലാറില്ല ആരും. എന്താ കാരണം? അദ്ദേഹം കുറ്റവാളിയുടെ ശിക്ഷ ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി ശിക്ഷിക്കുന്നു. ആ ഉദ്ദേശമാണ് അതിന്റെ പുറകിലുള്ളത്. ആചാരത്തിന്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. കീഴ്വഴക്കത്തിന്റെ പുറകിലും ചെറുതാണെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കും നിർത്തിയത്. പിന്നീട് അതിന് വാലിഡിറ്റി ഉണ്ടായിന്ന് വരില്ല. ചടങ്ങുകളുടെയും പുറകില് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും ഒക്കെ വരുത്താൻ സ്വാതന്ത്ര്യമുള്ളതാണ്.
ഇപ്പൊ ഓർമ്മിക്കുക, ചടങ്ങുകള്, കീഴ്വഴക്കങ്ങള്, ആചാരങ്ങള്, മൂന്നെണ്ണമാണ്. മൂന്നും തമ്മിൽ വലിയൊരു മതിൽക്കെട്ടില്ല എങ്കിലും ആചാരങ്ങളിൽ ചിലതിനെ കീഴ്വഴക്കങ്ങളാക്കാം, കീഴ്വഴക്കങ്ങൾ ചിലതിനെ ഈ ചടങ്ങുകളാക്കാം, ചടങ്ങുകളിൽ ചിലതിനെ കീഴ്വഴക്കങ്ങളാക്കാം. കീഴ്വഴക്കങ്ങൾ അനവധി കാലം സതുദ്ദേശത്തോടുകൂടി മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം ഇതിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ കീഴ്വഴക്കങ്ങളെ പരിണമിപ്പിക്കുമ്പോഴാണ് അത് ആചാരങ്ങളായി മാറുന്നത്. അതുകൊണ്ട് ചുരിദാർ ഇടുന്നതും പാൻറ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതും അതുപോലെ തന്നെ ഡ്രസ്സുകളിലുള്ള മാറ്റം ഒന്നും ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമല്ല, ഒരിക്കലുമല്ല. പിന്നെ കീഴ്വഴക്കങ്ങൾ ഇത് പലതും, പണ്ടൊന്നും ചുരിദാറില്ല, അപ്പൊ പിന്നെ കീഴ്വഴക്കം ഉണ്ടാവണം എങ്ങനെയാ? പണ്ട് പാൻറ് ഇല്ല, പിന്നെ എങ്ങനെയാ കീഴ്വഴക്കം ഉണ്ടാവണേ? പണ്ട് ഷർട്ടില്ല, പിന്നെ എങ്ങനെയാ കീഴ്വഴക്കം ഉണ്ടാവുന്നത്? ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകരുത് എന്ന് പറയുമ്പോൾ ഈ ശരീരം മുഴുവനും ഇങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ട് പോകണം. നല്ല തടിയുള്ള ഒരു വ്യക്തി അമ്പലത്തിലേക്ക് വരുന്നത് വരെ ഗോഡ് കോൺഷ്യസാ, അമ്പലത്തിലേക്ക് തൊഴാൻ പോകണം, പ്രാർത്ഥിക്കണം എന്നുള്ള ഗോഡ് കോൺഷ്യസാ. അമ്പലത്തിലേക്ക് വന്ന് ഷർട്ട് ഊരുമ്പോൾ അയാൾ ബോഡി കോൺഷ്യസ് ആവും. കൊടവയറ്, ശരീരത്തിലെ രോമം, ഇതൊക്കെ മറ്റുള്ളവർ കാണുമോ എന്ന് വിചാരിച്ച അയാൾ ബോഡി കോൺഷ്യസ് ആവുന്നത് ഷർട്ട് ഊരുമ്പോഴാണ്. ഗോഡ് കോൺഷ്യസ് ആവുന്നത് അമ്പലത്തിന് അടുത്ത് വരുന്നത് വരെ. എവിടെ വരുമ്പോഴാണോ ഗോഡ് കോൺഷ്യസ് ആവേണ്ടത് അവിടെ വരുമ്പോൾ ബോഡി കോൺഷ്യസ് ആവുന്നു, അല്ലാത്തപ്പോ ഗോഡ് കോൺഷ്യസ് ആവുന്നു. എന്തൊരു വിചിത്രമായിട്ടുള്ളതാണെന്ന് നോക്കുക. ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ഞാൻ തൊഴാൻ പോയപ്പോ ഷർട്ട് ഊരണം, ഷർട്ട് ഊരി അകത്തേക്ക് കയറിയപ്പോ പുറകിൽ നിന്നൊരു തിരക്ക്, ഒരു പുഷ് വന്നു. ഞാൻ എൻ്റെ മുമ്പിലുള്ള ആളുടെ ബാക്കിലേക്ക് ചെരിഞ്ഞു. അയാളുടെ പുറത്ത് മുഴുവനും ചൊറിയ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ പുറത്ത് മുഴുവനും ചുണങ്ങും ചൊറിയുവാണ്. അത് എൻ്റെ നെഞ്ചത്ത് പറ്റുകയും ചെയ്തു. ഷർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഷർട്ട് മാറിയിട്ട് ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു. ആ ക്യൂവിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് വരുന്നത് വരെ ആ രോഗവും എൻ്റെ തൊലിപ്പുറത്ത് തന്നെയുണ്ട്, കഴുകാനും പറ്റില്ല. എന്തൊരു വിചിത്രമായിട്ടുള്ള നെഗറ്റീവാണ്. ചോറ്റാനിക്കര അമ്മയുടെ മുമ്പിൽ ഷർട്ട് ഇട്ടുകൊണ്ട് നിന്നാൽ എന്താ കുഴപ്പം വരാൻ പോണേ? മുണ്ടിട്ടുകൊണ്ട് നിൽക്കാം, പാൻറ് ഇട്ടുകൊണ്ട് നിൽക്കാം, സ്ത്രീകൾക്ക് ബ്ലൗസ് ഇട്ടുകൊണ്ട് നിൽക്കാമെങ്കിൽ പുരുഷന്മാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നിന്നൂടെ? ഇതും കൂടി നമുക്ക് ചിന്തിക്കണം. ഒന്നിനെയും എതിർക്കുകയോ പുച്ഛിക്കുകയോ നിഷേധിക്കുകയോ ധാർഷ്ട്യത്തോടുകൂടി വെല്ലുവിളിക്കുകയോ ചെയ്യുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. പ്രണാമം, നമസ്കാരം.